കാലിയായ ഖജനാവിനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഖജനാവ് കാലിയാണ് സാർ എന്ന് പ്രതിപക്ഷം പോലും പറയുന്നൊരു സാഹചര്യം. പക്ഷേ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത് 4000 കോടി ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വർഷം പിരിച്ചെടുത്തത് വലിയ നികുതി തുകയാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കടക്കണിയിലാക്കിയിട്ടാണോ ഈ സർക്കാർ പോകുന്നത്, അതോ സർക്കാരിന് അഭിമാനിക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടാണോ പോകുന്നത്? ആണെങ്കിലും ഈ ഖജനാവിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ KN ബാലഗോപാലിൻ്റെ വാക്കുകളെ ഒന്നുകൂടി വിശദമായി കേട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാണ് 4000 കോടി ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോക്ക് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇനിയൊരു തുടർഭരണം ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. കാരണം UDF അധികാരത്തിൽ വരും, UDFൻ്റെ ഭരണമാണ്. അദ്ദേഹം ജയിക്കുമോ എന്നുള്ളത് പോലും അദ്ദേഹത്തിന് ഉറപ്പില്ല. കൊട്ടാരക്കരയിൽ നിന്നല്ല അദ്ദേഹം മത്സരിക്കും. ഇത്തവണ ആയിഷ പോറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എതിരാളി. പക്ഷേ പാർട്ടി പറയുന്നു KNB ജയിക്കും, കൊട്ടാരക്കരയിൽ KNBക്കാണ് വിജയം എന്ന് പറയുന്നു. പക്ഷേ KNB പറയുന്നു ഞങ്ങൾക്ക് തുടർഭരണമില്ല, കാരണം ഞങ്ങൾ പോവുകയാണ്, 4000 കോടി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, റെക്കോർഡ് നികുതി പിരിവാണ് നടന്നതെന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഇതിപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇനി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചാരുവാനായിട്ട് വേണം. പ്രതിപക്ഷത്തിരുന്ന് ഭരണപക്ഷത്തിനിട്ട് പഴി ചാരുവാനായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് 4000 കോടി ഉണ്ടായിരുന്നു, ഇനി അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വിഷയമല്ല കേട്ടോ, അത് എടുത്ത് മാറ്റിയത് നിങ്ങളാണ്, ഞങ്ങളവിടെ ഒരു 4000 കോടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി അതെടുത്ത് എന്ത് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് തെളിവാണ്. ഇതിനകത്ത് മറ്റു കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ധനമന്ത്രി തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടി. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങൾ പ്രാവർത്തികമാക്കിയോ എന്നുള്ള ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് UDF മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിനകത്ത് UDF ഇപ്പോഴും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. LDF എങ്ങനെയാണോ വിജയപ്രതീക്ഷ കണക്കാക്കുന്നത് അതേപോലെ തന്നെയാണ് UDFും വിജയപ്രതീക്ഷയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ 4000 കോടി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തവണ നമുക്കറിയാം ഇതിനു മുമ്പിട്ട് തോമസ് ഐസക്കായിരുന്നു ധനമന്ത്രി. ആ സമയത്ത് കിഫ്ബി വഴിയും മറ്റുള്ള പദ്ധതികൾ വഴിയും ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികൾ മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളാണെങ്കിലും റോഡുകളാണെങ്കിലും ഇതെല്ലാം കിഫ്ബി പദ്ധതി വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കടക്കണി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് ബാലഗോപാൽ വരുന്നത്. ഇവിടെ തോമസ് ഐസക്ക് പറഞ്ഞ കോഴി നമ്മൾ അന്ന് കേട്ടതാണ്. ഇപ്പോൾ നമ്മൾ 100ഉം 120 രൂപ കൊടുത്താണ് കോഴി വാങ്ങിക്കുന്നത്, ഇനി നിങ്ങൾക്ക് 50 രൂപയ്ക്ക് കോഴി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഗുണമായത് കഴിഞ്ഞ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്താൻ നേരത്തെ അത് ഒരുപാട് ഗുണമായി. കാരണം പുതിയ സ്കൂൾ കെട്ടിടങ്ങളുണ്ടായി, പുതിയ റോഡുകളുണ്ടായി, അങ്ങനെ പുതിയ പദ്ധതികളൊക്കെ ഒരുപാടുണ്ടായി. പക്ഷേ ധനമന്ത്രി KN ബാലഗോപാൽ വന്ന സമയത്ത് ഒരു പരസ്യ പ്രസ്താവനകളില്ലായിരുന്നു, ഒരു വലിയ വാഗ്ദാനം ഒന്നുമില്ലാതെ ആരും അറിയാതെ പോയൊരു ധനമന്ത്രി എന്ന് വേണമെങ്കിൽ KN ബാലഗോപാലിനെ പറയാം. ഒരു പദ്ധതികളും ഇല്ലായിരുന്നു. കേരളം മുന്നോട്ട് പോകാതെ ഈ 5 കൊല്ലവും കഴിഞ്ഞ 5 കൊല്ലത്തെ വികസനങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. കഴിഞ്ഞ 5 കൊല്ലം മുമ്പിട്ട് ഉണ്ടായിട്ടുള്ള വലിയ ബൃഹത് പദ്ധതികൾ എല്ലാം വലിയ രീതിയിൽ കൊണ്ടാടി സർക്കാരിന് വലിയ ദൂർത്തായിരുന്നു. ഓരോ കൊല്ലവും സർക്കാരിൻ്റെ അവരുടെ ആനിവേഴ്സറി ആഘോഷിച്ച് 5 കൊല്ലവും സർക്കാർ ഉണ്ടാക്കിയ കടക്കണി എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ബാക്കിപത്രമായി ഈ പോയ 5 കൊല്ലം LDFൻ്റെ മന്ത്രിമാർ പോലും, അല്ലെങ്കിൽ LDFൻ്റെ MLAമാർ പോലും എന്തു ചെയ്തു, ഈ മണ്ഡലത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങളെ എത്തിച്ചത് യഥാർത്ഥത്തിൽ ധനമന്ത്രി തന്നെയാണ്. ഈ ധനമന്ത്രി വിജയിക്കുമോ ഇല്ലയോ എന്ന് പോലും ഇപ്പോഴും ധനമന്ത്രിക്ക് ഉറപ്പില്ല. സാധാരണ ഒരു മന്ത്രി, ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്വന്തം മണ്ഡലത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നത് 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു മന്ത്രി മുഖ്യമന്ത്രി മാത്രമാണ്. ബാക്കി എല്ലാ മന്ത്രിമാരും വലിയ ഫൈറ്റാണ് നേരിട്ടത്. തോൽക്കാനുള്ള സാധ്യതയുള്ള പല മന്ത്രിമാരുമുണ്ട്. ഇപ്പോൾ ധനമന്ത്രി എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ ഏറ്റവും പ്രാതിനിധ്യമുള്ളൊരു മന്ത്രിയാണ്. ആ മന്ത്രിക്ക് പോലും തോൽവി ഭയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ അത്രയ്ക്ക് ഫ്ലോപ്പായിരുന്നു എന്നാണ് അർത്ഥം. പക്ഷേ രാഹുലെ, ഇവർ ഈ UDF പറയുന്ന ഈ ഒരു സൗജന്യ ബസ് യാത്ര എന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം.
നമ്മുടെ കേരള സംസ്ഥാനത്തെ ട്രാൻസ്പോർട്ട് വകുപ്പിനേക്കാൾ ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ആണെങ്കിലും നമ്മളെക്കാൾ ഒരുപാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളെക്കാൾ ഒരുപാട് ഉന്നമനത്തിൽ നിൽക്കുന്നതാണ്. അവർക്ക് സർവീസുകളുണ്ട്, അതുപോലെ തന്നെ സർവീസുകൾ ലാഭത്തിലാണ് പോകുന്നത്. നമുക്കറിയാം തമിഴ്നാട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം പല്ലവൻ കോർപ്പറേഷന് അവരുമായി കൂടിച്ചേർന്നിട്ടാണ് തമിഴ്നാട്ടിലെ ഈ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ കേരള സംസ്ഥാനം പോലെ 14 ജില്ലകളിൽ ഈ KSRTC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് KSRTC. നമുക്കറിയാം KSRTC നഷ്ടത്തിലാണ്, പകുതിയോളം ബസ്സുകൾ കട്ടപ്പുറത്താണ്. അപ്പോൾ ഇതിനു മുമ്പിട്ട് എന്താണ് പറഞ്ഞത്, ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ ഓടുന്ന ബസ് KSRTC സർവീസാണ്, ഗണേഷ് കുമാർ ദാ വന്നു, KSRTC സംരക്ഷിക്കുന്നുള്ള PR വർക്കുകളൊക്കെ എന്തിനായിരുന്നു? രാഹുലെ, വായിൽ കിടക്കുന്ന എല്ലില്ലാത്ത നാക്കിന് എന്ത് വേണമെങ്കിലും അതിനുശേഷമാണ് നമ്മൾ കണ്ടത് 7 വണ്ടികൾ കട്ടപ്പുറത്താണ്. അതാ പറഞ്ഞത്, 7 വണ്ടികൾ മാത്രമല്ല, 7 വണ്ടികളെന്ന് പറയല്ലേ, ഇവിടെ 15ഓളം ബസ്സുകൾ, പുതിയ ബസ്സുകൾ പല ഡിപ്പോകളിലായി GPS കമ്പനിക്ക് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ GPS സർവീസ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു ടെസ്റ്റ് പാസ്സാവാതെ മറ്റേ കട്ടപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അതും പുതിയ വണ്ടികളാണ്, ഹൈടെക് അടക്കമുള്ള പുതിയ വണ്ടികൾ. GPS-ന്റെ സർവീസ് കിട്ടാതെ ആ GPS കമ്പനിക്ക് കോടികൾ കൊടുക്കുവാനുണ്ട്. അവർ സർവീസ് ചെയ്ത് കൊടുക്കാത്ത കാരണം കൊണ്ട് ടെസ്റ്റ് പാസ്സാവാതെ കട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നഷ്ടത്തിലോടുന്ന ഒരു വകുപ്പിൽ ഈ ഒരു സൗജന്യ യാത്ര എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നടപ്പിലാക്കില്ല എന്ന് LDF പറയുമ്പോൾ ഇതിനകത്ത് LDF ഇപ്പോ എത്ര സഹായം ഇത് നമ്മുടെ KSRTCക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെക്കുന്നുണ്ട്? സർക്കാർ എന്ത് സഹായമാണ് KSRTCക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ UDF പറയുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് സബ്സിഡി കൊടുത്തുകൊണ്ടാണ്. ഇത് സൗജന്യമായിട്ടല്ല കൊടുക്കുന്നത്, സർക്കാർ അതിന് സബ്സിഡി കൊടുത്ത് KSRTCയെ താങ്ങി നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ വക ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. KSRTC ഒറ്റയ്ക്ക് വിശ്വസിച്ചുകൊണ്ടല്ല. അപ്പോൾ UDFന് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്, എങ്ങനെ KSRTCയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാഭത്തിലെത്തിക്കാം. KSRTC എന്ന് പറയുന്നത് ലാഭത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനം ഒന്നുമല്ല. കേരളത്തിലെ പൊതുഗതാഗതമാണ്, അത് സർക്കാർ കൊണ്ട് നടത്തേണ്ടതാണ്. അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന യാത്രാ അവകാശങ്ങളിലൊന്നാണ് KSRTC എന്ന് പറയുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയുണ്ടല്ലോ, അത് എന്തെങ്കിലും ഔദാര്യം കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല, അത് അവകാശമാണ്. കേരളം സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ പൊതുഗതാഗതം പോലും നമ്മുടെ അവകാശമാണ്. അപ്പോൾ KSRTCയെ നിലനിർത്തേണ്ടതും KSRTCക്ക് പുതുജീവൻ കൊടുക്കേണ്ടതും അതത് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളാണ്. ഇവിടെ ഇത്രയും കാലമായിട്ട് പോയിട്ടുള്ള ഏത് സംസ്ഥാന സർക്കാരാണ് KSRTCയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും KSRTCക്ക് അതിനെ ബൃഹത്വൽക്കരിക്കാൻ വേണ്ടിയിട്ടും എന്താണ് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. KSRTC സ്വന്തമായിട്ട് പണമുണ്ടാക്കി സ്വന്തമായിട്ടാണ് KSRTC എന്തെങ്കിലും ചെയ്തു പോകുന്നത്. അപ്പോൾ സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ധനസഹായങ്ങൾ, അല്ലെങ്കിൽ KSRTCയെ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ KSRTC മുന്നോട്ട് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രൈവറ്റ് ബസ്സും KSRTCയും തമ്മിലുള്ള ഈ മത്സര ഓട്ടങ്ങൾ നിന്നാൽ തന്നെ പകുതി വിഷയങ്ങൾ കുറക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകൾ എന്തോ മോശം സംവിധാനങ്ങളാണ്, KSRTC മാത്രമാണ് ഏറ്റവും നല്ല സംവിധാനം. അങ്ങനെയൊന്നുമല്ല. എല്ലാ ബസ് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എല്ലായിടത്തോട്ടും പോകാൻ കഴിയുകയുള്ളൂ. എല്ലാ ബസ് സംവിധാനങ്ങളും വേണം. അത് KSRTC വരുമ്പോൾ KSRTCയെ സർക്കാർ കുറച്ചുകൂടെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ ആവശ്യമാണ്.